നമ്മുടെ 14 മൈലിന് പടിഞ്ഞാറ് വശത്തായിട്ട് നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എതിർ സൈഡിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കക്കൂസ് മാലിന്യം തള്ളുന്ന മാഫിയകൾ നിരന്തരമായിട്ട് ഈ പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം ഇങ്ങനെ തള്ളുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഇപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ കൊണ്ട് തള്ളുന്ന കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇവിടെ നിന്നിട്ടും ഈ മാലിന്യം ഇവിടെ നിന്ന് ഒഴുകിയിട്ട് നേരെ ഈ വയലിൽ എത്തുകയും ഈ വയലിൽ നിന്ന് തോടുകൾ വഴി അമ്പാടി ജംഗ്ഷൻ, തെങ്ങന്താര അതുപോലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അവരുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്കൊക്കെയാണ് ഈ മാലിന്യം എത്തുന്നത്. ഈ പരിസരവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഈ മാഫിയകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ ഭാഗത്തൊരു നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടുന്ന സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂര് 14 മൈൽ പടിഞ്ഞാട്ട് വരുന്ന ഭാഗമാണ്. ഇവിടെ റോഡ് സൈഡ് ഇത് KP റോഡാണ്. KP റോഡിന്റെ താഴ്ചയുള്ള പ്രദേശമാണ് ഇവിടെ. ഇവിടെ വലിയ ഒരല്പം വിജനമായ സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് രാത്രികാലങ്ങളിൽ ഈ മാലിന്യ വിസർജന വസ്തുക്കൾ ഇവിടെ വലിയ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുകയാണ്. ഈ സംഭവം ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി അതിങ്ങനെ ഒലിച്ചുപോയി പല ജലാശയങ്ങളിലും എത്തുന്നു. മാരകമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഒക്കെ, രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. മറ്റൊന്ന്, ഇവിടെ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ ഈ ഒരു മാഫിയ പ്രവർത്തനം, അതായത് ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന മാഫിയ വിതരണം അവരുടെ ചില സംഘടനകളൊക്കെ ഈ പ്രദേശത്ത് നടത്താറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ നിലപാട്, സാന്നിധ്യം, അവരുടെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. മാത്രവുമല്ല, ഇതൊരു പ്രധാന പാതയാണ്, സംസ്ഥാന പാതയാണ് KP റോഡ്, കായംകുളം പുള്ളൂർ റോഡ്. ഇവിടെ എപ്പോഴും രാത്രിയായി കഴിഞ്ഞാൽ ഈ പ്രദേശം ഒരല്പം വിജനമാണ്. ഇവിടെ CCTV ക്യാമറയുടെ ആവശ്യകത നാട്ടുകാര് പല അധികാരികളുടെ ഭാഗത്തും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം, സത്വര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി. അങ്ങോട്ട് മാറി